ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്ന സിനിമകൾക്ക് മുന്നേ എനിക്കൊരു തമിഴ് സിനിമ കാലഘട്ടമുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഞാൻ ചെറുതാ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അപ്പം എൻ്റെ വീട്ടിൽ നിന്നാണ് കഥ കേൾക്കുക. അപ്പം അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ചേട്ടാ, പുള്ളിക്കാണ് തമിഴ് അറിയുന്നത്. അപ്പം പുള്ളി കേൾക്കുമ്പോൾ പുള്ളിക്ക് ചിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. ആ പുള്ളി ചിരി അപ്പം നല്ല കഥയാണെന്നൊക്കെ പുള്ളിക്ക് തോന്നുമ്പോൾ നമ്മളങ്ങനെ കമ്മിറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞൊരു ആ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ 3-4 കൊല്ലമൊക്കെയാണ് നമ്മൾ പോയി അഭിനയിക്കുക. ആ സമയത്ത് ഞാൻ +2 അങ്ങനെ തുടങ്ങിയിട്ട് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴും ഞാൻ സിനിമ നടിയാണ്, പക്ഷെ ഞാൻ ഏത് സിനിമ പുറത്തിറങ്ങുന്നില്ല. അങ്ങനെ ഇറങ്ങാത്ത സിനിമകളുണ്ട്. വെട്രിവേലും കിടാരിക്കും പിന്നെ ചെയ്ത സിനിമകൾ അതൊക്കെ പിന്നെ വെട്രിവേലും കിടാരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നല്ല സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ വരുമ്പോൾ അതിനകത്തൊരു സിനിമ ഇറങ്ങും, ആ സിനിമ ഇറങ്ങും. അങ്ങനെ തീർന്നു. ഇല്ല, അത് തീർന്നു. അത് ചിലപ്പോൾ ഞാൻ പറയുന്നത് അതൊരു 7-8 വർഷം മുന്നേ 10 വർഷം മുന്നേ ഒക്കെ ചെയ്ത സിനിമയാകുമ്പോൾ അത് ആ സമയത്ത് ഇറങ്ങിയാൽ ചിലപ്പോൾ നന്നാവുന്ന സിനിമകളായിരിക്കാം. പക്ഷെ അത് കാലം തെറ്റി കുറെ നാൾ കഴിഞ്ഞ് ടെക്നോളജി ഒക്കെ നന്നായി കഴിയുമ്പം പഴയ ടെക്നോളജിയിൽ സിനിമകൾ ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ആ സിനിമകൾക്ക് സംഭവിച്ചത്. എനിക്കറിയില്ല എന്താണ്, ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായേക്കാം, നന്നാവാതിരിക്കാം.